ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെ ബേബീസിൻ്റെ ഡൈപ്പേഴ്സൊക്കെ വെട്ടിയിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഇത് എഡ്ജൊക്കെ ഇങ്ങനെ ഈ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇത് ഡൈപ്പേഴ്സ് മാത്രമല്ല, നമുക്ക് കർച്ചീഫിലും അതുപോലെ വൈറ്റ് ബെഡ്ഷീറ്റോ വൈറ്റ് എന്തെങ്കിലും ക്ലോത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വൈറ്റ് ക്ലോത്ത് എടുക്കാം. ഈ ക്ലോത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഞാനിവിടെ 64 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അതുപോലെ ലെങ്ത്തും നമുക്ക് 64 സെൻറ്റിമീറ്റർ ലെങ്ത്തും എടുത്ത് കൊടുക്കാം. 63 അല്ല 64 ലെങ്ത്തും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ നമുക്ക് ഹെൽപ്പാവും പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ. അതിനെ കട്ട് ചെയ്ത് വരച്ചതിന് ശേഷം അതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡൈപ്പറിൻ്റെ പാറ്റേൺ ആണിത്. നമ്മൾ പ്ലെയിനായിട്ട് വൈറ്റ് ക്ലോത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിങ്ങനെ ബേബീസിനൊക്കെ കെട്ടി കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ന്യൂ ബോൺസിനാണ് നമ്മളിത് പൊതുവേ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് അതിൻ്റെ മറ്റേ ഭാഗവും വെട്ടി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്കിത് സ്ക്വയറിലാണെങ്കിൽ സ്ക്വയറിൽ യൂസ് ചെയ്യാം. ഈ 63 ഇഞ്ച് വിടുത്തും 63 സെൻറ്റിമീറ്റർ ഇഞ്ചല്ല സെൻറ്റിമീറ്ററാണ് വിടുത്തും ലെങ്ത്തും എടുത്താൽ നിങ്ങൾക്ക് ഇത് സ്ക്വയറിലാണെങ്കിൽ സ്ക്വയറിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കെട്ടി കൊടുക്കാനൊക്കെ ഹെൽപ്പാവും. അപ്പോൾ 3 ഭാഗവും ഇങ്ങനെ അടിക്കുക. കുറച്ച് ഭാഗം അവിടെ വിട്ടിട്ട് ഇങ്ങനെ ഈ ഭാഗം അടിച്ച ഭാഗം മറിച്ച് കൊടുക്കുക. മറിച്ചതിന് ശേഷം ആ വിട്ടിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഭാഗം മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കോർണറൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കത്രികനെ കൊണ്ട് ആ കോർണറിലൊക്കെ ഇങ്ങനെ എഡ്ജൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പിൽ വേണമെങ്കിൽ സ്ക്വയർ ടൈപ്പിൽ ചെയ്യുക. അതെല്ലാം ഇങ്ങനെ ഈ കോണായിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബേബീസിന് കെട്ടി കൊടുക്കാൻ പറ്റും. ഈ ബാലൻസ് ഉള്ള ഭാഗം കൂടി നമുക്കിങ്ങനെ മറിച്ച് വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡൈപ്പറിൻ്റെ ഒരു ഡിസൈനാണിത്. ഈ ഭാഗവും നമ്മൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. ഞാൻ ഈ കോർണറിൽ കണ്ടോ, ഈ കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഡൈപ്പറിൽ നമുക്കിനി ചുറ്റിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പിൽ വേണമെങ്കിൽ സ്ക്വയർ ടൈപ്പിൽ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. ഈ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഞാൻ ആര്യ വർക്കിൻ്റെ നീഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 എന്നാണ് നമ്പർ കാണിക്കുന്നത്. 0.75 mm ആണ്. UK സൈസിൽ 10ഉം 0.75 mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലോത്തിലേക്ക് നമ്മൾ ഹുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്താൽ ഹുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അത്രയും നൈസായിട്ടുള്ള ഒരു ഹുക്കാണിത്. അപ്പോൾ ഞാൻ 2 mm 2 പ്ലേയുടെ ഹുക്ക് സെറ്റാണ് യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ യാൺ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ ഹുക്കിലേക്ക് യാൺ ഓവർ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഈ ക്ലോത്തിൻ്റെ ഉള്ളിൽ കൂടി മെല്ലെ മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുമ്പോൾ ചെയിൻ 1 കിട്ടി. ഇനി തൊട്ടടുത്ത കുറച്ച് വിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ടിന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യാം. ഇങ്ങനെ ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, ക്ലോത്തിൻ്റെ മുകളിലൂടെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തത്. വീണ്ടും ഈ ഒരു ക്ലോത്തിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഉള്ളോട്ട് പോകും. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചുറ്റും ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. എല്ലാ കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്നത് ഏകദേശം ഒരേ പൊസിഷൻ തന്നെ നോക്കിയിട്ട് ഈ ഒരു ഹുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക ക്ലോത്തിൽ. അപ്പോൾ നല്ല ബോർഡർ ആയി കിട്ടും. ഇത് നമുക്ക് കർച്ചീഫിലൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. കർച്ചീഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈറ്റ്
കോട്ടൻ്റെ കർച്ചീഫ് ക്ലോത്ത് വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ ഈ ഒരു ബോർഡറും വെച്ച് കൊടുത്താൽ കർച്ചീഫൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് ബെഡ്ഷീറ്റിലോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 2 പ്ലേയുടെ യാണാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും ഇതിന്. ക്ലോത്തിനൊക്കെ ചെയ്താൽ ഡൈപ്പേഴ്സൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾ ഈ 3 കോർണറിലും 3 ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ക്വയർ ടൈപ്പിലാകുമ്പോൾ 4 ഭാഗം ഉണ്ടാവും ചെയ്യാൻ. അങ്ങനെ ഇത് നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്, ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വാഷ് ചെയ്താലൊന്നും ആവില്ല. നല്ല ഭംഗിയിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലും എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാനൊരു ചെയ്യുക, 2 ലൂപ്പ് ഇട്ട് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാ കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം പിങ്കാണ് എടുത്തത്. നിങ്ങൾക്ക് അതുപോലെ എല്ലാ കളേഴ്സിലും നമുക്ക് ഈ യാണ് അവൈലബിൾ ആണ്. 2 പ്ലേയുടെ ആങ്കറിൻ്റെ യാണാണിത്. അപ്പോൾ ഈ ആങ്കറിൻ്റെ യാണ് നമുക്ക് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള യാണാണ്. അപ്പോൾ നമ്മൾ ഡൈപ്പറിലൊക്കെ വെച്ച് അതുപോലെ ബെഡ്ഷീറ്റ്, വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ. ഫില്ലോ കവറിലൊക്കെ നമ്മൾ ഈ വൈറ്റിൽ ഇങ്ങനെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോർഡർ ചെയ്താൽ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പ്രസ് ചെയ്താൽ തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഹുക്ക് കയറിപ്പോവും. എന്നിട്ട് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടില്ലാത്തവർ നമ്മൾ ചാനലിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.